അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശേഷിച്ച് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സിസ്റ്റർ, മറ്റു പ്രിയപ്പെട്ട എല്ലാവർക്കും വന്ദനം. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ സംഭവപരമായ ദിവസങ്ങൾ കൂടെ നമ്മളെ കടന്നു പോവുകയാണ്. യുദ്ധത്തിന്റെ ശ്രുതികളും നമ്മൾ കേൾക്കുന്നു. മാത്രമല്ല, നമ്മുടെ പല പ്രിയപ്പെട്ടവരും ലോക രാജ്യങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവരെ ഓർത്ത് നമ്മൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ഇറങ്ങി പ്രവർത്തിക്കും. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. ലോകത്തെ സമാധാനം കൊണ്ടുവരുന്നത് കർത്താവാണ്. യുദ്ധം നിർത്തൽ ചെയ്യുന്നത് നമ്മുടെ കർത്താവാണ്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞ് യുദ്ധം നിർത്തൽ ചെയ്യുന്ന ദൈവം. അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. നമ്മുടെ അനേക ദൈവമക്കളെ ലോകരാജ്യങ്ങളിൽ ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ധാരാളമായിട്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകൽ നമ്മളോട് ഇടപെടുമാറാകട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ കടനീരിന് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പ്രഭാതത്തിലായിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ ദൈവം മറുപടി തന്നിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന, അത് പ്രത്യേകിച്ച് ദൈവവേദന പ്രാർത്ഥന, അതൊരു യുദ്ധം പോലെയാണ്. അത് ചില സമയങ്ങളിലൊക്കെ പടവെട്ടി ജയിക്കുന്ന ഒരു നിലവാരത്തിലാണ് പ്രാർത്ഥന പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾ മാറ്റേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയുടെ ശൈലി മാറ്റണം. ചില സമയങ്ങളിൽ പ്രാർത്ഥന ഒരു യുദ്ധമായിട്ട് മാറുന്നുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥന ഒക്കെ നമുക്ക് വളരെ വിശദമായിട്ട് അറിയാം. ഇന്നലെ ആ പ്രഭാതത്തിലും പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാനാണ് ദൈവാത്മാവ് ഒരു സന്ദേശം തന്നിരിക്കുന്നത്. അതിനാധാരമായിട്ട് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഫിലിപ്പിയ ലേഖനം 4:6. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഇത് പൗലോസിന്റെ ഒരു നിർദ്ദേശമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന വാക്കാണ്, ഒന്നിനെക്കുറിച്ച് എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. എല്ലാ വിഷയങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥനയും അപേക്ഷയും ആയി ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രാർത്ഥനയുടെ മറുപടിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, അത് ആവശ്യങ്ങൾ, പ്രാർത്ഥന, അപേക്ഷ, രണ്ട് കാര്യങ്ങൾ. പ്രാർത്ഥനയാലും അപേക്ഷയാലും. പ്രാർത്ഥന അപേക്ഷയല്ലേ എന്ന് നമുക്ക് തോന്നാം. അപേക്ഷ പ്രാർത്ഥനയല്ലേ എന്ന് തോന്നും. അപ്പോൾ നമ്മൾ യാചിക്കുന്നതും നമ്മൾ അപേക്ഷിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇതിനെക്കുറിച്ചും വിചാരപ്പെട്ടിരുന്ന ഒരു മുന്നറിയിപ്പ് പോലും ആദ്യം പറയുന്നു. ഒന്നിനെക്കുറിച്ചും അതാ പറയുന്നത്. കാര്യം തൊട്ടടുത്ത ഭാഗത്ത് പറയുകയാണ്, ഈ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് പകരും. നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും എന്ന് പറയുക. ഈ പറയുമ്പോൾ ഒരു കാര്യം ഓർത്ത് പറയണം. പ്രാർത്ഥിക്കുന്ന ആളിന് ആദ്യം കിട്ടുന്ന മറുപടിയല്ല. ഇതെന്താണ്? പ്രാർത്ഥിക്കുന്ന ആളിന് ആദ്യം കിട്ടുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം. കണ്ടോ അവിടെ? എന്നാൽ എങ്ങനെ ചെയ്താൽ പ്രാർത്ഥിക്കുന്നവർ ആ പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ചാൽ മറുപടി കിട്ടുമെന്നല്ല ഓരോ സ്ഥലം പറയുന്നത്. നമുക്കൊരു സമാധാനം ഉണ്ടാകുന്ന, അതെങ്ങനത്തെ സമാധാനമാണ്? മാനുഷിക ബുദ്ധിയെ കവിയുന്ന, സകല ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനം
കർത്താവിൽ നമ്മുടെ ഹൃദയത്തിനെയും നിലവുകളെയും നമ്മുടെ ചിന്തകളിലും നമ്മുടെ മനസ്സിലും ഒരു സമാധാനം തരും. നമ്മൾ എപ്പോഴാണ് ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതെന്ന് അറിയാമോ? ചില വിഷയങ്ങളിലൊക്കെ സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്. അതാ ഈ പ്രാർത്ഥിച്ചേക്കാവെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പലരുടെയും കാര്യം പറയും. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ അങ്ങനെ ആ പ്രശ്നത്തിന് ഒരു വിടുതലില്ല, ഒരു പരിഹാരമില്ല. ദൈവമേ, ഞാൻ ഇനി എന്തു ചെയ്യും എന്ന് ഓർത്ത് ഓടിപ്പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾ സമാധാനം നഷ്ടപ്പെട്ടിട്ടാണ് പ്രാർത്ഥിക്കാനായിട്ട് പോയിരിക്കുന്നത്. അപ്പൊ അവർക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാമോ? ഹൃദയത്തിനകത്തൊരു ഉറപ്പാണ്, ഒരു സമാധാനം. ആ വിഷയത്തിന് പരിഹാരം കിട്ടും, എൻ്റെ വിഷയത്തിന് വിടുതലായി എന്നുള്ള ഒരു ഉറപ്പാണ് ആദ്യം കിട്ടുന്നത്. പിന്നീടാണ് വിഷയത്തിന് മറുപടി ദൈവം നമുക്ക് തരുന്നത്. ചിലർക്ക് കാത്തിരിക്കാൻ വലിയൊരു കാലതാമസം വരുമ്പോൾ കാത്തിരിക്കാൻ വലിയ വിഷമമുള്ളൊരു കാര്യം. അതാ ദൈവാത്മാവ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരു ആന്തരിക സമാധാനം ഉള്ളിൻ്റെ ഉള്ളിൽ അത് നേടിയെടുത്തു, എനിക്കത് കിട്ടി അതുള്ളൊരു സമാധാനം, ഒരു വിശ്വാസത്തിന്റെ ഉറപ്പ് കർത്താവ് താഴ്ന്നു. അതാ നമുക്ക് ആദ്യം വേണ്ടത്. അല്ലെ, പലരോടും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ പറയുക, പല വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, എന്നാൽ അത് സംബന്ധിച്ച് ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. നടക്കുമോ വേണ്ടായോ, കിട്ടുമോ ലഭിക്കുമോ, ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചിലരുണ്ട് ഈ പ്രഭാതത്തിൽ. ഒരു കാര്യം ഓർത്തു പോകണം, പ്രാർത്ഥിച്ചാൽ ആദ്യം കിട്ടുന്നത് മറുപടി ആയിരിക്കണമെന്നില്ല. ആ വിഷയത്തിൽ സമാധാനം, മറ്റുള്ളവരെ കൂടെ പറഞ്ഞുറപ്പിക്കത്തക്ക രീതി. ഭാരപ്പെടണ്ട, ദൈവം നടത്തും, ദൈവം മറുപടി തരും, ദൈവം പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ ഉറപ്പിക്കുന്ന ഒരു ആന്തരിക സമാധാനമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം തരുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, സകലതും സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്, പ്രാർത്ഥനയാലും അപേക്ഷയാലും അറിയിക്കുക. ദൈവത്തോട് അറിയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവ് നേരത്തെ ഇത് മത്തായി സുവിശേഷത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് കഴിക്കുമെന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, വിചാരപ്പെടണ്ട. അതിനങ്ങനെ ഉടുപ്പിക്കുകയും ചമയ്ക്കുകയും ഒരുക്കുകയും ആകാശത്തിലെ പറവകളെയും വയലിലെ പുല്ലിനെയൊക്കെ അതാത് സമയങ്ങളിൽ പോഷിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഉണ്ടെന്ന് പരിചയപ്പെടുത്തി, ഒരു പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തിട്ട് പറയുക, വിചാരപ്പെടരുത്. കർത്താവ് പറയുക, വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് ശക്തമായിട്ട് ഓർപ്പിക്കുക, ചിലർ വിചാരപ്പെടുന്നു, ഭയങ്കരമായി ചിന്തിച്ച് ഭാരപ്പെടുന്നു. എന്താകും എന്നുള്ള വ്യാകുലത, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, തലമുറയെക്കുറിച്ചുള്ള ചിന്ത, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യാകുലപ്പെടുന്ന, വളരെ ഭാരപ്പെടുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, അതിനെക്കുറിച്ചുള്ള വിചാരം വേണ്ട, ചിന്തിക്കണം, പക്ഷെ വിചാരപ്പെടരുത്. ചിന്തിക്കണ്ടേ? വേണം. ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം, തലമുറകളെ കുറിച്ച് ചിന്തിക്കണം, വേണം. ചിന്തിക്കുന്നത് വേറെ, വിചാരപ്പെടുന്നത് വേറെ. ചിന്തിക്കുന്നത് വേറെ, വിചാരപ്പെടുന്നത് വേറെ. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ശ്രദ്ധ പോലും പോകുന്നു. വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ചിന്തകളാ. അതിനെക്കുറിച്ചാണ് പറയുന്നത്, വിചാരപ്പെടുക. നമ്മൾ ആയിരിക്കുന്ന നില മറന്ന്, സാഹചര്യം മറന്ന് ചിന്തിക്കുന്നത് ാണ് വിചാരപ്പെടുക എന്ന് പറയുന്നത്. എന്തിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറയുന്നത് അതിന്റെ അർത്ഥം അതാ. പലപ്പോഴും നമ്മുടെ ചിന്തകൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. ദൈവമേ, എന്തായിത്തീരും, എവിടെ ഇത് അവസാനിക്കും, എന്റെ പ്രശ്നത്തിന് എന്ന് പരിഹാരം കിട്ടുന്നുള്ള ചിന്തകൾ അത് നിയന്ത്രിക്കാൻ കഴിയാതെ വിചാരമായി മാറുമ്പോൾ കർത്താവ് പറയുകയാണ്, വിചാരപ്പെടരുത് എന്ന് പറയുക. ഇവിടെ പൗലോസും വീണ്ടും എടുത്തു പറയുകയാണ്, വിചാരപ്പെടരുത്, അനിയന്ത്രിതമായി ചിന്തിക്കരുത്, ചിന്തിച്ചു കൂട്ടരുത്, സങ്കല്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ജയമെടുക്കേണ്ടത് ആ ഒരു മേഖലയെ കൂടാ. ജനങ്ങൾ സങ്കല്പിച്ച് കൂട്ടുക. ചിലരൊക്കെ പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ ഓർപ്പിക്കുക, സങ്കല്പിക്കുക. വേണ്ടാത്തത് സങ്കല്പിച്ച് സമാധാനം നഷ്ടപ്പെടും, സ്വസ്ഥത ഇല്ലാതാവും, മരണഭയം അതിന്റെ പുറകെ പിശാച് കൊണ്ടുവരും കേട്ടോ. നഷ്ടത്തിന്റെ ഭീതി കൊണ്ടുവരും, കടബാധ്യതയുടെ ഭീതി പിശാച് പുറകെ കൊണ്ടുവരും. ഈ സങ്കല്പിക്കുന്നവർക്ക് തകർന്നു പോകും, നഷ്ടപ്പെട്ടു പോകും, ഇല്ലാതാകും. ഭയപ്പെടുത്തുന്ന ഭയത്തിന്റെ ആത്മാവ് ചിലരിലേക്ക് കൊണ്ടുവരിക. എന്തുകൊണ്ടെന്ന് വിചാരപ്പെട്ട് സങ്കല്പിച്ച്
ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആത്മാവ് ഉടനെ വ്യാപരിക്കും. അപ്പോൾ പിശാചിന് നശീകരണത്തിന് വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് കയറാൻ, നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാൻ, നമ്മുടെ ഭാവിയിലേക്ക് കയറാനുള്ള ഒരു വാതിലാണ് സങ്കല്പിച്ചു കൂട്ടരുത്. ഇന്ന് പകൽ ആത്മാവിൽ ധൈര്യപ്പെട്ടോണം. കർത്താവ് പറയുകയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടും. ഒരുത്തൻ പറയാ കർത്താവിനോട്, നീ ഈ ചേർക്കാത്തടത്തൊന്ന് കൂട്ടുന്നവനാ, നീ വലിയ ക്രൂരനാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങ് സങ്കല്പിച്ചു, എന്താ, നീ എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ ഇതെന്ത് ചെയ്തു, ഈ താലന്ത് ഞാൻ അങ്ങ് കുഴിച്ചിട്ടു. ഞാനിതുകൊണ്ട് ബിസിനസ് ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ നീ എന്നെ കൊന്നുകളയും. ബാക്കിയുള്ളവരൊക്കെ 5ഉം 10ഉം കിട്ടിയവരൊക്കെ എന്ത് ചെയ്തു, വ്യാപാരം ചെയ്ത് അതെല്ലാം ഇരട്ടിയാണ്. ഒന്ന് കിട്ടിയാൻ പറയാ, അവൻ സങ്കല്പിച്ചു, അവൻ അതിനെക്കുറിച്ച് വിചാരപ്പെട്ടു. ഒന്നേ ഉള്ളൂ, ഇത് പോയാൽ എന്ത് ചെയ്യും, എന്റെ യജമാനൻ ക്രൂരനാണ്. അവനെ വാക്കിനാൽ തന്നെ യജമാനൻ പിടിച്ചു. എടാ, നീ എത്ര ഞാൻ മോശക്കാരനാണെങ്കിൽ, ഞാൻ വലിയ പ്രശ്നക്കാരനാണെങ്കിൽ, ഇല്ലാത്തടത്തൊന്ന് പിടിച്ചു പറിക്കുന്നവനാണെങ്കിൽ, ഞാൻ ക്രൂരനാണെങ്കിൽ, നീ പലിശക്കാരനെ കൂടെ എന്റെ പൈസ ഞാൻ അവന്റെ കുത്തിന് പിടിച്ച് മേടിച്ചോളാമായിരുന്നല്ലോ. ഒഴിവ് ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ആരുടെ മുമ്പിൽ, നമ്മുടെ കർത്താവിന് മുമ്പിൽ. കേട്ടോ, സ്തോത്രം. ഇന്ന് പകൽ ചിലരൊക്കെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പലപ്പോഴും ഭയപ്പെട്ടിട്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ, പലപ്പോഴും ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളോ ദൈവം തന്നിരിക്കുന്ന കഴിവുകളോ പോലെ ഉപയോഗിക്കാൻ കഴിയാതെ നിരാശപ്പെട്ട് വെള്ളത്ത് ഒതുങ്ങിയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതികളും നിങ്ങൾ കൂടെ വെളിപ്പെടാനുള്ള ചില ശുശ്രൂഷകളും നിങ്ങൾ കൂടെ കുടുംബത്തിലും ദേശത്തും സഭയിലും ആത്മീയ മേഖലകളിലൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ഒതുക്കാൻ വേണ്ടി പിശാച് വിചാരവും സങ്കല്പവും കൊണ്ടിടുമ്പോൾ അതിനുമേൽ ജയിച്ചോണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. ജയമെടുത്തോണം, പുറത്തു വരണം, അതിന് വെളിയിൽ വരണം. പിശാചിന്റെ കെണിയിൽ നിന്ന്, ആ കെട്ടിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് ചില സഹോദരന്മാരും സഹോദരിമാരും ദൈവമക്കളും പുറത്തു വരണം. എന്തൊക്കെ ലോകത്തിൽ സംഭവിക്കും, നമ്മുടെ ഇടത്തും വലത്തും ഒക്കെ പലതും സംഭവിക്കും. പക്ഷെ എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു, എങ്ങനെ നമ്മൾ സങ്കല്പിക്കുന്നു, എങ്ങനെ വിചാരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പലപ്പോഴും അങ്ങ് സങ്കല്പിച്ച് കൂട്ടിയിട്ട് മനസ്സിനകത്തേക്ക് പിശാച് ധാരാളം ചിന്തകൾ കൊണ്ടിട്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ സ്റ്റക്കായി പോകുന്ന, ഒരിടത്ത് നിന്നു പോകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ നിന്നു പോകുന്ന മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ നമ്മൾ പേടിപ്പിച്ച് ആ പ്രവർത്തനങ്ങളെ എല്ലാം തടയും. യേശുവിന്റെ നാമത്തിൽ, എനിക്കോ പേടിയാണ്, മറ്റുള്ളവരെ കൂടെ ചെയ്യിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ മനസ്സിനെ പലപ്പോഴും വിചാരങ്ങളാൽ കലക്കി കൊടുക്കുന്ന പിശാചിന്റെ തന്ത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ അതിന്റെ മേൽ ജയമെടുക്കാം. അപ്പൊ ഒരു ഭാഗത്തെ പ്രാർത്ഥനയെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, വിചാരപ്പെടണം, സകല സ്തോത്രത്തോടും അപേക്ഷയാലും അറിയിച്ചാൽ മതി എന്ന് പറയും. എന്നാൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ എന്നാണ് ഈ പ്രഭാതത്തിൽ ചോദ്യം. കർത്താവേ, എന്റെ വിഷയങ്ങളൊക്കെ നീ അറിയുന്നു, അതിനായി സ്തോത്രം എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? അതോ നമ്മുടെ പ്രാർത്ഥന അതിന്റെ രീതി മാറ്റണമോ, ശൈലി മാറ്റണമോ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, പിതാവായ ദൈവം എല്ലാം അറിയുന്നു, എന്തുടുക്കും എന്ത് കഴിക്കും എന്നുള്ളതെ കുറിച്ച് വിചാരപ്പെട്ടിരുന്ന കർത്താവ്. അതിന്റെ കർത്താവ് പറഞ്ഞതിന് സാരം എന്താണെന്നറിയാം, സിമ്പിളാണ്. ഈ കഴിക്കുക, കുടിക്കുക, ഉടുക്കുക, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അത് ആര് നടത്തിത്തരും? പിതാവായ ദൈവം നടത്തിത്തരും. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ പുറജാതികൾക്കും ദൈവം നടത്തി കൊടുക്കുന്നുണ്ട്. അതിനുദാഹരണമാ പറഞ്ഞത്, പ്രാർത്ഥിക്കാത്ത കാക്കകൾക്ക്, ഉപവാസം എടുക്കാത്ത വയലിലെ പൂവുകൾക്ക്, അല്ലെ, എല്ലാത്തിനും കർത്താവ് അതിന്റെ ആഹാരം കൊടുക്കുന്നുണ്ട്. അങ്ങനാണെങ്കിൽ നമ്മൾ എന്തിനാ വിചാരപ്പെടുന്നത്? നമുക്ക് കഴിക്കാനും കുടിക്കാനും ഉണ്ണാനും ഉള്ളത് എങ്ങനെയെങ്കിലും ഒക്കെ കർത്താവ് നടത്തിത്തരും. സ്വോത്രം. അതോർക്കുന്ന സ്വോത്രം ചെയ്താട്ട് നമ്മുടെ കർത്താവ് എത്ര നല്ല പ്രൊവൈഡറാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ അപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് കർത്താവിന്റെ കാര്യം തന്നെ നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. ഇങ്ങനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതിയോ? ചെറിയൊരു പ്രാർത്ഥന മതിയോ?
വിശ്വാസത്തോടെ അങ്ങനെ ഇരുന്നാ മതിയോ? അങ്ങനല്ല. 5:7 കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, കർത്താവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയാം. എബ്രായ ലേഖനം 5:7 ക്രിസ്തു തന്റെ ഐഹിക കാലത്തെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി ദൈവത്തിന് ഉത്തരം ലഭിക്കുകയും ചെയ്യും. അല്ലെ? അപ്പൊ കർത്താവ് തന്നെ ഐഹിക ജീവകാലം, അപ്പൊ അതിനർത്ഥം എന്താ? ഐഹികമല്ലാത്തൊരു ജീവിതകാലവും കർത്താവിന് ഉണ്ട്. അല്ലേ? ഐഹിക ജീവകാലം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 33.5 വർഷത്തെ കാലം. ഇപ്പൊ കർത്താവ് അതിന് മുമ്പ് ദൈവമായിരുന്നു, അതിനുശേഷവും ദൈവമാണ്. ആ കർത്താവ് മരണത്തിൽ ഒരു നീക്കുപോക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശെ കയറി ജീവൻ പോകുന്ന കാര്യമല്ല. എല്ലാ മനുഷ്യർക്കും വിധിച്ചിരിക്കുന്ന ഒരു മരണമുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി എന്നുള്ള വിഷയം. അതായത് നിത്യ മരണത്തിന്റെ ദൂതന് കീഴടങ്ങുക. മരണമെന്ന് പറയുന്ന ഒരു പ്രോസസ്, ഏറ്റവും താഴ്ന്ന ഒരു അവസ്ഥയാണ്. സാക്ഷാൽ ദൈവമായവൻ ആ മരണത്തിന്റെ അവസ്ഥയിലേക്ക് തള്ളപ്പെടുക, ആ മരണത്തിന്റെ അടുത്തേക്ക് ചെല്ലുക, പാതാളത്തിലേക്ക് പോവുക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. അത് ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് ഏലിയാവിനെ പോലെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ ഉള്ള അവസരം കർത്താവിനുണ്ട്. അതിനുള്ള കഴിവ് കർത്താവിന് ഉണ്ട്. എന്നാൽ ആ മരണാവസ്ഥയിൽ നിന്ന് ഒന്ന് മാറ്റിത്തരാമോ എന്നുള്ള അഭയാചന, അതിനുള്ള മറുപടി കിട്ടിയതായി പറഞ്ഞത്. ദ്രവത്വത്തിന് തന്റെ വൃതനെ, തന്റെ വിശുദ്ധനെ, തന്റെ പരിശുദ്ധനെ ദ്രവത്വത്തിന് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തില്ല, ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് മറുപടി കിട്ടി. അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥന നോക്ക്. മരണത്തിന്റെ വിഷയം വന്നപ്പോൾ, മരണകരമായ ഒരു വിഷയം വന്നപ്പോൾ, ഈ പ്രഭാതത്തിൽ ഒന്ന് ഓർത്തു കൊള്ളണം, ജീവന്റെ വിഷയം വന്നപ്പോൾ സ്തോത്രം ചെയ്തിരുന്നില്ല. പിന്നെന്ത് ചെയ്തു? കണ്ണുനീരോടും അഭയാചനകളോടും അപേക്ഷകളോടും കൂടെ വളരെ വളരെ ശക്തമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അപ്പൊ നോക്കണേ, പ്രാർത്ഥന വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് പ്രാർത്ഥനയുടെ ശൈലി മാറും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മുടെ പ്രാർത്ഥന, അതിന്റെ ശൈലി നമ്മൾ മാറ്റണം, അതിന്റെ രീതി മാറ്റണം. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രാർത്ഥനയുടെ രീതി മാറ്റണം. പോരാടി പ്രാർത്ഥിക്കണമെങ്കിൽ പോരാടി പ്രാർത്ഥിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ഉപവസിച്ച് തന്നെ പ്രാർത്ഥിക്കണം. രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് രാത്രി ഉണർന്ന് പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ പറഞ്ഞ സ്വതന്ത്രത്തോടെ അർപ്പിച്ചാൽ മാത്രം മതി എന്നുള്ള വിഷയം വരുമ്പോൾ, ചില ജീവന്റെ വിഷയത്തിൽ മനസ്സിലാക്കണം ദൈവമക്കൾ, ചിലരുടെയൊക്കെ പ്രാണനോട് ശത്രു പോരാടുമ്പോൾ, ചിലരുടെ ജീവനോട് പോരാടുമ്പോൾ, അത് രോഗമാകാം, അപകടമാകാം, ആത്മഹത്യയാകാം, അത് ക്യാൻസർ പോലുള്ള മാരക വ്യാധികൾ, ട്യൂമറ്, മറ്റു പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഇട്ടുകൊണ്ട് ചിലരുടെ ജീവനെ അവരുടെ ശരീരത്തിൽ നിന്ന് പറിച്ചു കളയുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, വളരെ വ്യക്തമായി പ്രഭാതത്തിൽ ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. ആമേൻ. അകാലത്തിൽ തകർത്തു കളയുവാൻ ദൈവം വെച്ചിരിക്കുന്ന ആയുസ്, ആ ആയുസ് മുഴുമിപ്പിക്കാതെ നടുവിൽ അവരെ എടുത്തു കളയുവാനൊക്കെ പിശാച് ശ്രമിക്കുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ, അവിടെ പ്രാർത്ഥനയുടെ ശൈലി മാറുന്നതായിട്ട് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇയ്യോബ് പ്രാർത്ഥിച്ചു. ഇയ്യോബ് എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഇയ്യോബിന്റെ പ്രാർത്ഥന നമ്മൾ നോക്കണം. ഇയ്യോബ് ഒരു വലിയ പ്രായമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ഇയ്യോബിന്റെ മക്കൾ വളരെ ചെറുപ്രായമായി. ഇയ്യോബിന്റെ ശരീരത്തെ ബാധിച്ചിട്ട് അവനെ കൊന്നുകളയുവാൻ, അവന്റെ പ്രാണനെ മാത്രം തൊടരുതെന്ന് കർത്താവരെ കണ്ടോ. അപ്പൊ പ്രാണനെ തൊടാൻ നോട്ടമിടുന്ന ഒരു ശത്രു ഉണ്ട്, നമ്മൾ ഓർത്തോളൂ. കർത്താവ് പ്രത്യേകം പറയും, നീ അവനെ എന്താ വേണമെങ്കിലും ചെയ്തു, അവനുള്ളതിനെ എല്ലാം ചെയ്തു, പക്ഷെ അവന്റെ മക്കളുടെ പ്രാണനെ വേണം തൊട്ടു, പക്ഷെ അവന്റെ പ്രാണൻ എന്ത് ചെയ്തു? തൊടരുത്. അപ്പൊ അനുവാദം ചോദിച്ചിട്ട് ഒക്കെയാണ് ചെയ്തതെങ്കിൽ പോലും ഓർത്തു പറയണം, നോട്ടമിടുന്നത് പ്രാണനെയാണ്, നമ്മുടെ ജീവനെയാണ്, നമ്മുടെ സമാധാനത്തെയാണ്,
നമ്മുടെ ആത്മാവിനെയാണ്. ഈ പ്രഭാതത്തിൽ ദൈവമക്കളെ ഒന്ന് ധൈര്യമായിട്ടിരിക്കെ. പോരാടി പ്രാർത്ഥിച്ചാൽ പ്രാണനെ തിരിച്ചു പിടിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. മരണത്തിന് വിധിക്കപ്പെട്ട ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ആത്മഹത്യയായിരിക്കുന്ന ചിലതിനെ പ്രാർത്ഥനയിൽ കൂടെ തിരിച്ചു നേടാൻ പറ്റും. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു, സാധാരണ പ്രാർത്ഥനയല്ലായിരുന്നു. ഹിസ്കിയാവ് ചുവരോട് തിരിഞ്ഞു കിടന്നിട്ട് നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത്, ഞാൻ നിന്റെ സന്നിധി നടന്നത് നീ എന്ന് ഓർക്കണമേ. അപ്പൊ കർത്താവ് പറഞ്ഞൊരു 15 സംവത്സരം കൂടെ ഞാൻ നിനക്ക് ഇട്ടുതരാം. ഓർക്കണം, ഒരു സ്വതന്ത്ര പ്രാർത്ഥന കൊണ്ട് പറ്റുകയല്ല ഇത്. ഒരു സാധാരണ പ്രാർത്ഥന കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. പ്രാണന്റെ മേൽ അധികാരം ദൈവത്തിനാണ് ഉള്ളത്. പ്രാണൻ ദൈവത്തിന്റെ ശ്രീഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് മരിക്കാൻ പറ്റുകയില്ല. ദൈവം അനുവദിച്ച സമയത്ത് മാത്രമേ മരിക്കുകയുള്ളൂ. കർത്താവ് നമ്മളെ വിളിക്കുന്നതിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ നമ്മുടെ ആയുസ് തീരുകയുള്ളൂ. എന്നാൽ ആയുസിനോട് പോരാടുന്ന, നമ്മളെ അറക്കുവാനും മുടിക്കുവാനും കൊന്നുകളയാനും ശ്രമിക്കുന്ന ഒരു കൊലപാതകയുണ്ട്. അതുകൊണ്ടാ പിശാചിനെ കുറിച്ച് കർത്താവ് പറഞ്ഞവൻ ആദ്യം മുതലേ കൊലപാതകി. ഈ പ്രഭാതത്തിൽ ദൈവമക്കളും ധ്യാനിക്കുന്ന വിഷയം, അവൻ ആദ്യം മുതലേ കൊലപാതകി. എന്താ കാര്യം? അവൻ ആ കയ്യനോട് പറഞ്ഞത് പ്രാർത്ഥിക്കുന്നതിനെ കൊന്നേക്കാൻ. വയലിലേക്ക് വിളിച്ചിട്ട് വാ പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞ്, അല്ലെ കൃഷി ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ച് ഒതുക്കത്തെ കല്ലുകൊണ്ട് എറിഞ്ഞ് ഇടിച്ചു കൊന്ന ആദ്യം മുതലേ അവൻ ആരാണ്? കൊലപാതകിയാണ്. പിശാച് വരുന്നത്, കള്ളം വരുന്നത് ആടുകൾക്ക് തീറ്റ കൊടുക്കാനല്ല, അറക്കുവാനും മുടിക്കുവാനും കൊന്നുകളയുവാനും. ജീവനെയാണ് നോട്ടം, ആത്മാവിനെയാണ് നോട്ടം. അവന്റെ മുഴു ശക്തിയോട് ആയുസ്സിനെ എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ഓർത്തുകൊള്ളണം, ഒരു പ്രാർത്ഥനയുടെ രീതി മാറ്റിയാൽ ചിലതിനൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ചില ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും. ചിലതിനെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും. നരകത്തിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. അവൻ മരണത്തിന് വിധിക്കപ്പെട്ടതിനെ, ചിലതിനെ നരകവാതിലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഹല്ലേലൂയ. ആമേൻ. ശവപ്പെട്ടിയിൽ വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ശവക്കുഴി കാണാൻ ദൈവം അനുവദിക്കത്തില്ല. ശക്തമായി ചെന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം. അവൻ ജീവന്റെയും മരണത്തിന്റെയും പാതാളത്തിന്റെയൊക്കെ താക്കോൽ നമ്മുടെ കർത്താവിന്റെ കയ്യിലാ. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവും. എന്റെ അടുത്തേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ തരാം. സമൃദ്ധിയായ ജീവൻ തരാം. യേശുവിന്റെ നാമത്തിൽ ചില തലമുറകളെ കൊന്നുകളയാൻ പിശാച് ശ്രമിക്കും. 7 വയസ്സുള്ള ഒരു ആത്മഹത്യ ചെയ്തു. വല്ല കാര്യമുണ്ട്? നമ്മൾ ചിന്തിച്ചു നോക്കി. 7-8 വയസ്സുള്ള കുഞ്ഞ് ആത്മഹത്യ ചെയ്തെന്ന്. ഒരു നന്മയ്ക്കും കുറവില്ലാത്ത, ധാരാളം പണമുള്ള, ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നവരൊക്കെ വെടിവെച്ചും തൂങ്ങിയും വിഷം കഴിച്ചും ഒക്കെ ചാകുന്നു. എന്താ കാര്യം എന്നറിയാമോ? ഒരളവിനപ്പുറം ചിന്താ മണ്ഡലങ്ങളെ പിശാച് നിയന്ത്രിച്ചിട്ട് അവരെ ഇല്ലാതാക്കുവാൻ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഞാൻ വരുന്നത് സമൃദ്ധിയായി ജീവൻ തരാനാകട്ടോ. ഞാൻ ജീവൻ തരാനാ വരുന്നത്. എന്നാൽ അവൻ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? പ്രതിയോഗി വരുന്നത് എന്തിനാണെന്നറിയാമോ? കുറച്ച് അറത്ത് അവൻ മുടിച്ച് അവൻ ജീവനെ എടുക്കാനാ വരുന്നത്. നമ്മുടെ ജീവന്റെ മേലാണോ? അതുകൊണ്ട് ഇവിടെ പറയുന്നത്, കർത്താവ് ഇവിടെ മരണത്തിന് വിടുവിപ്പാൻ ശക്തിയുള്ള ദൈവത്തോട് എങ്ങനാ പ്രാർത്ഥിച്ചതെന്നറിയാമോ? കണ്ണുനീരോടും അപേക്ഷ, നിലവിളി, അഭയയാചനയോടുകൂടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പൊ സാധാരണ ഒരു പ്രാർത്ഥന പോരാ. പ്രാണന്റെ വിഷയത്തിൽ, ജീവന്റെ വിഷയത്തിൽ, മരണകരമായ വിഷയത്തിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ശൈലി മാറ്റണം. ഒന്നാമത് ഒരു പ്രാർത്ഥന ഞാൻ പറയാം. അബ്രഹാം പ്രാർത്ഥിച്ചത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലുണ്ട്. ആയിരിക്കും വായിക്കാം. നമുക്കറിയാം അബ്രഹാം പ്രാർത്ഥിക്കുന്നത് സോദോം, ഗൊമോറ, അദ്മ, ശഹായി, ഈ 4 പട്ടണങ്ങളെ ഗന്ധകം ഇറക്കി കർത്താവ് കത്തിക്കാൻ പോകും. എന്താ കാര്യം അറിയാമോ? അവിടുത്തെ പാപം ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായി ദൈവത്തിന്റെ അതിരുകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് പാപം ശക്തമായപ്പോൾ മനസ്സിലായി, ശാസിച്ചാലോ വഴക്ക് പറഞ്ഞാലോ ഒന്നും ഈ ജനം നന്നാകത്തില്ല.
അതുകൊണ്ട് പൂർണ്ണമായി പാപത്തെ കത്തിച്ചു കളയണം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ആ പട്ടണങ്ങളെ എരിച്ചു കളയാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ പട്ടണങ്ങളെ നശിപ്പിക്കാൻ പോകുന്നു. അപ്പോഴാണ് അബ്രഹാമിന് മനസ്സിലായത് തന്റെ സഹോദരന്റെ പുത്രൻ ലോത്തും കുടുംബം എവിടെ ഉണ്ട്? സോദോമിൽ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, 100 പേരുണ്ടെങ്കിൽ, അല്ലെ 50 പേരുണ്ടെങ്കിൽ, 20 പേരുണ്ടെങ്കിൽ, പറഞ്ഞ് 10 കൊണ്ടു. 10 പേരുണ്ടെങ്കിൽ കർത്താവേ ആ പട്ടണം നശിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആ പ്രാർത്ഥന നിങ്ങൾ വളരെ പിന്നീട് സമയം കിട്ടുമ്പോൾ 18-ാം അധ്യായം വായിക്കണം. ഞാൻ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചോട്ടെ, ഞാൻ കർത്താവേ നിന്നോട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ഇനി ഞാൻ മിണ്ടുകയില്ല, എന്നാലും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. കർത്താവേ 20 പേരുണ്ടെങ്കിൽ, കർത്താവേ 50 പേരുണ്ടെങ്കിൽ, കർത്താവേ 10 പേരുണ്ടെങ്കിൽ. ഒടുവിൽ നോക്കിയപ്പോൾ ഈ പട്ടണത്തിൽ 10 പേര് പോലും ഇല്ല. എങ്കിലും ദൈവം മനസ്സറിഞ്ഞ് ലോത്തിനെ കുടുംബത്തെ പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി രക്ഷിച്ചു. അപ്പൊ നോക്കണം, അവിടെ മരണ സംബന്ധമായൊരു വിഷയം, അത് ജീവന്റെ വിഷയമായതുകൊണ്ടാണ് ബലം പിടിച്ച് നിർബന്ധത്തോലുള്ളൊരു പ്രാർത്ഥന. കർത്താവ് നിർത്തി പോകാനായിട്ടല്ല, അയ്യോ കർത്താവ് പോകരുതേ. അബ്രഹാമിന്റെ പ്രാർത്ഥന കണ്ടോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചോട്ടെ, നീ പോകരുതേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇടിവിൽ നിന്ന് മധ്യസ്ഥ അണച്ച് ബലമായി വളരെ ഗൗരവത്തോടെ നിർബന്ധത്തോടെയുള്ളൊരു പ്രാർത്ഥന. അപ്പൊ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കണം. ദേശത്തിന് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചോണം. ദൈവദാസന്മാരെയും ദൈവദാസന്മാരുടെ തലമുറകൾക്കും വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ അപകടത്തിൽ കൊന്നുകളയുവാൻ, അവരെ ബൈക്ക് അപകടം, കാർ അപകടം, അങ്ങനെ പല രീതിയിൽ ദൈവദാസന്മാരെ വഴിയിൽ കൊന്നുകളയാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്. അവരുടെ പ്രാണന് വേണ്ടി ഇടവിൽ നിന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊള്ളണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇതിനകത്തുനിന്ന് ഒരു പരിഹാരം ഉണ്ടാകുള്ളൂ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ പ്രാണന് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ നിത്യ നഷ്ടപ്പെടരുത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ അബ്രഹാം അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ യേശുവിന്റെ പ്രാർത്ഥന നമ്മൾ കണ്ടു. അതൊരു യേശുവിന്റെ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ലായിരുന്നു, എത്ര ശക്തമായിരിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. അത് പ്രാണന്റെ വിഷയം വന്നപ്പോൾ യാക്കോബിന്റെ ഇതേ പ്രാർത്ഥനയാ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തില് 32-26 യാക്കോബ് പ്രാർത്ഥിച്ച ആ മൽപിടുത്തം നമുക്കറിയാം. എന്തായിരുന്നു അറിയാമോ? രക്തപ്രതികാരകനായ ഈ സഹോദരൻ ഏശാവ് യാക്കോബിനെ കൊല്ലാൻ വാളും കൊണ്ട് വരികയാ. ഇവിടെ പ്രാണൻ പോകുന്ന കാര്യമാണ്, ശത്രു തന്റെ ജീവൻ എടുക്കാൻ വരികയാണ്. നമ്മൾ ചില പ്രാർത്ഥിക്കണം, ദൈവമക്കൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ചിലതിനെയൊക്കെ ശത്രുക്കൾ തകർത്ത് കളയുവാൻ, ഇല്ലാതാക്കുവാൻ, പ്രാണന് നേരെ വാളുമായിട്ട് ശത്രു വരുമ്പോൾ നമ്മൾ ദൈവമക്കളെ പ്രാർത്ഥിച്ചേ മതിയാവും. യാക്കോബ് അവിടെ കിടന്ന് മല്ലി പിടിച്ചത് പറഞ്ഞ ഹോശയ 12:3-5 വരെയുള്ള വാക്യങ്ങൾ പിന്നെ വായിച്ചാൽ മതി. നമുക്കറിയാം, ഹോശയ പ്രവാചകൻ പറയുവാണ്, അങ്ങനല്ല, അവൻ ഉഷസുദിക്കുന്നവരെ കരഞ്ഞു നിലവിളിച്ചെന്ന്, ദൂതനെ വിടാതെ. ദൂതനോട് കരഞ്ഞു നിലവിളിച്ചു, നീ എന്നെ രക്ഷിച്ചിട്ടല്ലാതെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ്. ദൂതൻ പറഞ്ഞു, നേരം വിടുക്കും, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയും, എന്റെ ജീവൻ പോകുന്ന കേസ് കെട്ടാ, എന്റെ സഹോദരൻ രക്തപ്രതികാരനാ, അവന് എന്നെ കൊല്ലാൻ വരുക വാളുമായിട്ട്, എന്റെ ഭാര്യമാരെ, എന്റെ മക്കളെയും എനിക്കുള്ള സമ്പത്തെ സകലത്തെ തകർത്തു കളയും. ജീവന്റെ വിഷയമാ, പ്രാണന്റെ വിഷയമാ. അതുകൊണ്ട് അവൻ ദൂതനുമായി മല്ല് പിടിച്ചു, കരഞ്ഞു നിലവിളിച്ചു. ഈ ദിവസങ്ങളിൽ അങ്ങനെ എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേർക്ക് അങ്ങനെ ഒരു ഗൗരവമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. അവൻ ജീവന്റെ വിഷയം, ചില ആത്മാക്കളുടെ വിടുതലിന്റെ വിഷയം, ചില പ്രാണന്റെ വിഷയം, ചില തലമുറകളുടെ ആ വിഷയം,
അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് കരഞ്ഞു നിലവിളിച്ച് ഒരു മൽപ്പിടുത്തം പോലെ മല്ല് പിടിക്കുന്ന പോലെ പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീര് കൊണ്ട് മല്ല് പിടിക്കാൻ കരഞ്ഞു പ്രാർത്ഥിക്കാൻ യാക്കോബിനെ പോലെ എത്ര പേര് തയ്യാറാകും? അവർക്ക് അവൻ പ്രാണന്റെ വിഷയത്തിൽ, ജീവന്റെ വിഷയത്തിൽ ഒരു നീക്കുപോക്കുണ്ടാകും. അവൻ ചില രോഗക്കെട്ടുകൾ, ചില മരണക്കെട്ടുകൾ, അവൻ ശവപ്പെട്ടിയിൽ നിന്ന് അവൻ മഞ്ചം തൊട്ട് ചിലതിനെയൊക്കെ പുറത്തു കൊണ്ടുവന്ന പോലെ ചിലതിനെയൊക്കെ രക്ഷിച്ച് വിടുവിച്ച് കൊണ്ടുവരാൻ കർത്താവിന് കഴിയും, അവന് ശക്തിക്ക് കഴിയും എന്ന് ഇന്ന് പകൽ വിശ്വസിക്കണം. ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന, ഒരു ശക്തമായ പ്രാർത്ഥന. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ മോശ പറയുകയാണ്, കർത്താവേ എന്നെ വേണേ അങ്ങ് എടുത്തു. അല്ലേ? സ്തോത്രം. മോശ പർവ്വതത്തിൽ കയറി പോയപ്പോൾ കൽപ്പന പിടിച്ചുകൊണ്ട് താഴെ വരുമ്പോൾ കാണുന്ന കാഴ്ച, എഴുതിയിരിക്കുന്ന കൽപ്പനയ്ക്ക് വിരോധമായി കാളക്കുട്ടിയെ ഉണ്ടാക്കി അഹരോന്റെ നേതൃത്വത്തിൽ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുക. കർത്താവ് പറഞ്ഞു, ഞാൻ ഇവരെ മുഴുവൻ നശിപ്പിക്കും, നിന്നെ ഞാനൊരു ജാതിയാക്കാം. എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനത്തെ കൊന്നുകളയാനാണ് ദൈവത്തിന്റെ പ്ലാൻ. യേശുവിന്റെ നാമത്തിൽ ചില കൂട്ട മരണം അവിടെ നടക്കും കേട്ടോ. കൂട്ടമായി മരണം, ഇറങ്ങിത്തിരിച്ച സകലത്തെയും കർത്താവ് കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോ മോശ പറയാ, കർത്താവേ ഈ ജനത്തിന്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഇനി ഒരു 40 പകലും ഒരു 40 രാവും ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കാം കേട്ടോ. അതാ മോശയുടെ ആ പ്രാർത്ഥന. ഇനിയും വേണമെങ്കിൽ ഞാൻ ഒരു 40 ദിവസം ഉപവാസം ഇരിക്കാം കർത്താവ്, എന്നാലും ഈ ജനത്തെ കൊന്നുകളയരുതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഒരു പ്രാർത്ഥനയാണ്, ഒരു സ്വതന്ത്ര പ്രാർത്ഥന അല്ല. നമ്മളെ വായിച്ച കുരുവാക്യം മറന്നു പോകുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ ഏതാ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, സകലവും സ്വതന്ത്രത്തോടെ അങ്ങ് അറിയിച്ച. ചിലതൊന്നും അങ്ങനെ അല്ല. സ്വതന്ത്രത്തോടെ അറിയിച്ചാൽ പോരാ. നിങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് ആഴമേറിയ ഗൗരവമേറിയ ഒരു മനോഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു പകൽ പരിശുദ്ധാത്മാവ് കാര്യം ഓർക്കും. മോശ പറഞ്ഞു, സ്വതന്ത്രം ചെയ്തിട്ട് മോശയ്ക്ക് ഇറങ്ങി പോയാൽ മതിയായിരുന്നു. പക്ഷെ മോശ അവിടെ തന്നെ നിന്നു, പർവ്വതത്തിൽ തന്നെ നിന്നു. കർത്താവേ ഒരു 40 രാവും ഒരു 40 പകലും കൂടി ഞാൻ ഇനി ഉപവസിക്കാൻ തയ്യാറാണ്, ഈ ജനത്തെ കൊന്നു കളയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇടുവിൽ നിന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടാകും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ചിലതിനൊക്കെ വിട്ടുകൊടുക്കരുത്, പിശാചിന് വിട്ടുകൊടുക്കരുത്. അവരുടെ പ്രാണൻ എടുത്തു കളയാൻ പിശാചിന് അനുവാദം കൊടുക്കരുത്. വഴി ചിലത് അപകടത്തിൽ തകർന്നു പോകാൻ ഇടയാകരുത്. ചിലതിന്റെയൊക്കെ പ്രാണൻ ആത്മഹത്യയിൽ കൂടെ യേശുവിന്റെ നാമത്തിൽ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കരുത്. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുമ്പോൾ ചിലതിനു വേണ്ടി ഇടിവിൽ നിന്നോണം, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ചില പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ശക്തമായ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു പ്രാർത്ഥന പ്രേരണയായി കാണിച്ചു തരുമ്പോൾ അത് ഉഴപ്പി പ്രാർത്ഥിക്കരുത്. അവൻ യേശു പ്രാർത്ഥിച്ചതുപോലെ, യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ, അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ അവരുടെ പ്രാണന് വേണ്ടി, അവരുടെ ജീവന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചോളണം. ഹല്ലേലൂയ. എല്ലാവർക്കും ഈ കൃപയില്ല. വിവേചിക്കണം. കർത്താവേ ഞാൻ ഇതിനു വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണം. വെറുതെയായിട്ട് പൗലോസ് പറയുന്നുണ്ട്, വേണ്ടം പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ ശക്തമായ ചില പ്രേരണ വരുന്നത്. ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോഴായിരിക്കും, ഒരു യാത്ര പോകുമ്പോഴായിരിക്കും, അല്ലെ വീട്ടിൽ വരുമ്പോൾ ഇരിക്കുമ്പോഴായിരിക്കും, ഉറങ്ങുമ്പോഴായിരിക്കാം. എപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ അവരുടെ രൂപം ഹൃദയത്തിലേക്ക് തന്നിട്ട്, അവരുടെ പേര് തന്നിട്ട് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ അകത്ത് തരുന്നു. എന്തിന് അറിയോ? മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക്. പ്രൈസ് ദി ലോർഡ്. വലിയ അപകടത്തിൽ നിന്നുള്ള നീക്കുപോക്ക്. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുവാൻ, അവിടെ ദൂതന്മാർ ഇറങ്ങുന്നതിന് വേണ്ടി നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാ. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകും. നമ്മൾ സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പോരാ. വളരെ ഗൗരവത്തോടെ അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ, മോശ പ്രാർത്ഥിച്ചതുപോലെ, യാബോക്കിന്റെ കടവിൽ യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ ഒരു മൽപ്പിടുത്തം എന്ന പോലെ പ്രാർത്ഥിച്ച് മതിയാകും യേശുവിന്റെ നാമം. വേറൊരു പ്രാർത്ഥന നമുക്ക് നോക്കാം. കനാന്യ സ്ത്രീയുടെ പ്രാർത്ഥന മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിലുണ്ട്. അത് കർത്താവ് പ്രാർത്ഥിക്കുക. ഈ കർത്താവ് തന്നെയാണ് സുവിശേഷത്തിൽ പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, പിതാവ് സകലതും അറിയുന്നത് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കണം, ഈ കർത്താവ് തന്നെ പറയാ, മടുത്തു പോകാതെ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കും.
അപ്പൊ ചില വിഷയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സ്വോത്രം ചെയ്താൽ മതി. പക്ഷെ ചില വിഷയങ്ങൾ കർത്താവ് പറയാണ് അങ്ങനല്ല, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതിനൊരു ഉദാഹരണം പറയുക. ഒരു ഉപമ പറഞ്ഞത്, ഒരു സുറോഫൈനീഷ്യ ജാതിക്കാരിയായിരിക്കുന്ന ഒരു സ്ത്രീയെ, അവൾ ഒരു പുറജാതിയാണ്, അവളുടെ ജഡ്ജി, അവരുടെ കോടതിയിലെ ജഡ്ജിയും പുറജാതിയാണ്. അവൾക്കൊരു വിഷയമുണ്ട്. അവൾ ആ ജഡ്ജിയോട് ചെന്ന് പറയാം, എന്റെ കേസ് ഒന്ന് തീർപ്പാക്കി തരണം. പല പ്രാവശ്യം പറഞ്ഞു. അതിക്രൂരനായിരിക്കുന്ന ഈ ജഡ്ജി പറഞ്ഞു, വേറെ ഇഷ്ടം പോലെ കേസ് കിടക്കുന്ന വിധവയായ ആ സ്ത്രീയെ നിന്റെ കാര്യം ഒന്ന് നോക്കാൻ ഇപ്പൊ സമയമില്ലെന്ന് പറഞ്ഞു. പല പ്രാവശ്യം കേസ് തള്ളി 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 വിട്ടപ്പോ അവളിങ്ങനെ മുട്ടിപ്പോയി അപേക്ഷിച്ചപ്പോ ഈ ജാതീയനായിരിക്കുന്ന ഈ ജഡ്ജിക്ക് ഒരു ദിവസം തോന്നുക, ഇവള് പല ദിവസമായിട്ട് ഇങ്ങനെ ഈ വിഷയം പറയുന്നു, പല മാസങ്ങളായിട്ട് പറയുന്നു. ഒരു ദിവസം ഇവള് സഹി കേട്ടിട്ട് ചെരുപ്പൂരി എന്റെ കരണത്തടിച്ചാലോ, പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്തൊരു ന്യായമുണ്ട്. അവള് മാസങ്ങളായിട്ട് എന്റെ പുറകെ കുട്ടിപ്പാട് നടക്കുന്നു. ജനത്തിന്റെ മുമ്പിൽ ഞാൻ നാണക്കെടും, അതുകൊണ്ട് ഞാൻ അവരുടെ വ്യവഹാരം തീർത്തു കൊടുക്കും ഒരു ഉപമ പറഞ്ഞിട്ട് കർത്താവ് പറയുക, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. അപ്പൊ ഇവിടെ പ്രാണന്റെ വിഷയമാണോ, എന്ത് വിഷയമാണെന്ന് നമുക്ക് അറിയത്തില്ല. ജീവന്റെ വിഷയമാണോ, എന്നാലും ഒരു കോടതി കേസാണ്. അപ്പൊ ചില വിഷയങ്ങളിൽ ദൈവമക്കളുടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, തീർപ്പില്ലാത്ത ചില വിഷയങ്ങൾ, മാസങ്ങളായി നീണ്ടുപോകുന്ന ചില വിഷയങ്ങൾ, അനന്തമായി നീളുന്ന ഒരു വിഷയം, പരിഹാരമില്ലാത്തൊരു വിഷയം, ഒരുപക്ഷെ ഒറ്റയ്ക്ക് തുഴഞ്ഞ് തളർന്ന് വേണ്ട മതിയായി ഇനി ഇത് വയ്യ എന്ന് പറയത്തക്ക രീതി നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തു കൊള്ളണം. പരിശുദ്ധാത്മാവ് പറയാം, നീ നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്, മടുത്തു പോകാതെ എപ്പോഴും എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണമെന്നാണ് ഈ കനാന്യ സ്ത്രീയുടെ ഉപമയിൽ കൂടെ കർത്താവ് നമ്മൾ പറയും. ഭാരപ്പെടല്ല, പ്രാർത്ഥിച്ചു. ചില വിഷയങ്ങൾക്കൊക്കെ ഇന്ന് പകൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് അനീതിയുള്ള ന്യായാധിപനല്ല, കർത്താവ് നീതിയുള്ള ന്യായാധിപനാ. മക്കൾ മുട്ട ചോദിച്ചാൽ കല്ലെടുത്ത് കൊടുക്കുന്നവനല്ല, പാമ്പിനെ എടുത്ത് കൊടുക്കുന്ന, അപ്പൻ ചോദിച്ചാൽ കല്ലെടുത്ത് കൊടുക്കത്തില്ല, മുട്ട ചോദിച്ചാൽ പാമ്പിനെ എടുത്ത് കൊടുക്കത്തില്ല. കർത്താവ് നീതിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ പ്രഭാതത്തിൽ പറയുകയാണ്, ചില വിഷയങ്ങളുടെ മേൽ, ചില വ്യവഹാരങ്ങളുടെ മേൽ ഒക്കെ ചില കാലതാമസം വരുന്നു എന്ന് വിചാരിച്ചാലും ഇന്ന് പകൽ ഓർത്തുകൊള്ളണം. പരിശുദ്ധാത്മാവ് പറയുകയാണ്, മടുത്തു പോകാതെ നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ കൂടെ ചില പദ്ധതികൾ, ചില ദൈവിക വിടുതലുകൾ സമയമാകുമ്പോൾ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചു നിന്നു ഹൃദയം ഒന്ന് ധൈര്യപ്പെടട്ടെ. കർത്താവ് 2026 എന്റെ വിഷയത്തിന് പരിഹാരമായില്ലല്ലോ, എന്താ കർത്താവ് എന്ന് ചോദിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കട്ടെ. തക്ക സമയമാകുമ്പോൾ അതിന്റെ വിഷയങ്ങളെല്ലാം ക്രമീകരിച്ച് കർത്താവ് തന്നെ അതിനകത്തൊരു സ്വസ്ഥത വരുന്നു. ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ സമാധാനമാകാം, ചിലർക്കൊക്കെ സമാധാനമായി ഇപ്പം വേണ്ടത്, വിഷയങ്ങൾക്കകത്തൊരു സമാധാനം. യേശുവിന്റെ നാമം. ഈ രാജഭൃത്യനുണ്ട്, രാജഭൃത്യൻ കർത്താവിന്റെ അടുത്ത് വന്ന അവനെ പറയാ, കർത്താവ് നീ എന്റെ വീട്ടിലോട്ടൊന്ന് വരണം, അല്ലേ? നിർബന്ധിക്കുക. ഒരു പ്രാർത്ഥന നോക്കി, ഒരു സാധാരണ പ്രാർത്ഥനയല്ല. എന്റെ ഒരു ദാസൻ വയ്യാതെ മരണസന്നനായി കിടക്കുക, നീ ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, നീ രോഗശാന്തി, നീ പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് കർത്താവ് നീ എന്റെ വീട്ടിലേക്കൊന്ന് വരണം 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 എന്ന് പറഞ്ഞു ഇവരിങ്ങനെ യേശുവിന്റെ കൂടെ നടക്കുക. സ്തോത്രം. നമ്മൾ ചിലർ ചെയ്ത പോലെ ഒഴുക്ക പ്രാർത്ഥനയല്ല. അവൻ അയാളെ കൊണ്ടുപോകും, അയാൾ യേശുവിനെ കൊണ്ടുപോകും, അയാളുടെ വീട്ടിൽ കൊണ്ടുപോകും, അയാളെ വിടാതെ അങ്ങനെ യേശുവിന്റെ പുറകെ നടക്കുക. യേശു എവിടെ പോയാൽ എന്റെ രാജഭൃത്യന്, ഒരു എക്സാമ്പിൾ പറയാ, 100 പേർ അയാളുടെ കീഴിൽ ഉണ്ടെന്നിരിക്കട്ടെ, 1099 പേർക്ക് ഒരു കുഴപ്പമില്ല, ഒരുത്തരാ കുഴപ്പം. അവന് വേണ്ടിയിട്ട് ഈ രാജഭൃത്യം പോയിരിക്കുക, സകല മരുന്നും ചെയ്തു കാണും. കാര്യം അയാൾ അത്ര പണമുള്ള ഒരാളാ. മരുന്നും വൈദ്യന്മാരും ചികിത്സിച്ച് മാറാത്ത ഒരു വിഷയത്തിൽ അവന്റെ ഭൃത്യന് വേണ്ടി നമ്മൾ ഓർക്കണം, നമ്മുടെ വേലക്കാരന് വേണ്ടി നമ്മൾ ഏതറ്റം വരെ പോകത്തില്ല. ഇയാൾ നല്ല മനുഷ്യനാണ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നമുക്ക് അതൊരു മൈൻഡ് ഉണ്ടാകും.
നമ്മൾ നമ്മുടെ മക്കളെ, സ്വന്തക്കാരെ, ബന്ധുക്കാരെ അതിനപ്പുറത്തോട്ടൊന്നും പോകത്തില്ല. എന്നാ ഇവിടെ നോക്കി, രാജഭൃത്യൻ തന്റെ ദാസന് വേണ്ടിയിട്ടൊക്കെ പോവുകയാണ്. ഹല്ലേലൂയ. അവന് പ്രാണന് വേണ്ടി പോരാടുക. യേശുവിനെ കൊണ്ടുവരണം. യേശുവിനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവന്റെ പ്രാണൻ, അവന്റെ ജീവരക്ഷ വരുത്തണം. അതുകൊണ്ട് കർത്താവേ, നീ എന്റെ വീട്ടിലേക്കൊന്ന് വരണമേ. മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ ഔപചാരികമായ പ്രാർത്ഥനയല്ല അവിടെ. പ്രാർത്ഥനയുടെ ശൈലി മാറുന്നു, പ്രാർത്ഥനയുടെ രീതി മാറുന്നു. കർത്താവിനെ വീട്ടിൽ കൊണ്ടുപോകുന്നവരെ പുറകെ നടന്നു. അതല്ലേ ഈ കുരുടൻ കൃത്യമായി അവൻ നിലവിളിക്കുക. കർത്താവ് മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ അവൻ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. പുരുഷാരം പോകുന്ന ശബ്ദം എല്ലാം കേട്ടിട്ട് യേശു അടുത്ത് വന്നപ്പോഴും യേശു വരുന്നതിന് നിലവിളി തുടങ്ങിയതാ. യേശു മുമ്പോട്ട് കടന്നു പോയെന്ന് കണ്ടപ്പോഴത്തേക്ക് അവൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി, യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണം. അത് പ്രാർത്ഥനയുടെ ശൈലി മാറി, പ്രാർത്ഥനയുടെ രീതി മാറി. ആവശ്യബോധമുള്ളവർ, ആവശ്യക്കാർ, അവരെ പ്രാർത്ഥനയുടെ ശൈലി മാറ്റിയേ മതിയാവും. ചില ഹൃദയം മടുത്തിട്ട് വേണ്ട, പ്രാർത്ഥിക്കുന്നില്ല, ദൈവം ഇല്ലെന്നൊക്കെ ചില പറഞ്ഞു. ചിലരൊക്കെ മടുത്തിട്ട് എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല. ഞാനൊക്കെ മനസ്സ് മടുത്തു പോകുന്ന ചിലരുണ്ട്. അവരൊക്കെ ഇന്ന് പരിശുദ്ധാത്മാ പറയില്ല, പ്രാർത്ഥനയുടെ ശൈലി മാറ്റിയാൽ മതി, പ്രാർത്ഥനയുടെ രീതി മാറ്റണം. വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് പ്രാർത്ഥനയുടെ ശൈലി മാറ്റിയേ മതിയാവും. ആവശ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രാർത്ഥനയുടെ രീതി മാറ്റണം. മാറ്റുമ്പോൾ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തൂ. മറ്റൊരു ഉദാഹരണം നോക്കണം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിലുണ്ട്. ആദിമ സഭ ചെയ്ത ഒരു കാര്യം, യാക്കോബിനെ വാളുകൊണ്ട് തോന്നു, പത്രോസിനെ അവർ പിടിച്ചു. യഹൂദന്മാർക്ക് വലിയൊരു സന്തോഷമാകുന്നത് കണ്ട് ഹെരോദാവ് പത്രോസിനെ കൂടെ പിടിച്ച് തടഞ്ഞിട്ടു. എന്നിട്ട് നാളെ രാവിലെ കൊന്നു കളയാനാ പരിപാടി. നോക്കണേ, യെരുശലേം സഭയിലെ പ്രധാനപ്പെട്ട ഒരു ദൈവദാസനെയാണ് പിടിച്ചകത്തിട്ടിരിക്കുന്നത്. നാളെ നേരം വെളുക്കുമ്പോൾ ഈ മനുഷ്യന്റെ കഴുത്ത്, യാക്കോബിനെ കഴുത്ത് വെട്ടിയതുപോലെ ഈ ദൈവദാസനെയും കൊന്നു കളയും. പത്രോസ് അവിടെ കിടന്ന് ഉറങ്ങുക. പക്ഷേ അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം. ആ 12:5 എന്നാൽ സഭ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടുകൂടി എന്ത് പ്രാർത്ഥിച്ചുകൊണ്ട്, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ട്. ഇവിടെ നോക്കട്ടെ, സാധാരണ പ്രാർത്ഥനയല്ല സഭയുടെ പ്രാർത്ഥന. ഒരു ജീവന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, ഒരു പ്രാണന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, ഒരു ജീവൻ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സഭയുടെ പ്രാർത്ഥന. ഇന്ന് പകലൊരു കാര്യം ഓർത്തുകൊള്ളണം, നമുക്ക് കുറഞ്ഞു പോയൊരു വിഷയമുണ്ട്, നമ്മുടെ സഭകൾക്ക് കുറഞ്ഞു പോയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദിമസഭ ചെയ്തതുപോലെ, ആദ്യകാലങ്ങളിൽ ചെയ്ത പോലെ വിഷയത്തിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നില്ല. വലിയൊരു പരാജയം കേട്ട. സഭ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുടുംബങ്ങളെങ്കിലും, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് അവൻ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. എന്താ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിന് വേണ്ടി ഒറ്റ മനസ്സോടെ, ഏക മനസ്സോടെ ദൈവസഭ പ്രാർത്ഥിക്കുന്നതിനാണ് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ. വേറെ വിഷയങ്ങൾ ചെതറിപ്പോകുന്നില്ല, പല പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ഒറ്റ വിഷയമേ ഉള്ളൂ, പത്രോസിന്റെ വിടുതൽ. കാരാഗ്രഹത്തിൽ പത്രോസിനെ വിടുവിക്കണം, നാളെ കൊല്ലപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി ആദിമസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവിടെ പൗലോസൊക്കെ ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ, സഭയുടെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. വേറൊരു ഭാഗത്ത് പറയാം, നീതിമാന് ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചാൽ ഒറ്റ വിഷയത്തിൽ മാത്രമേ ശ്രദ്ധിക്കാവൂ. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേര് സഹോദരിമാരാ. നിങ്ങൾക്കറിയാം എന്താ ശ്രദ്ധയെന്ന്. നിങ്ങളൊക്കെ സൂചിയിൽ നൂല് കോർക്കുന്നവരാ അല്ലേ? എന്താ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പ ഉദാഹരണമാണ്. ഈ സൂചിയിലോട്ട് നൂല് കോർക്കുമ്പോൾ നമുക്കൊണ്ടൊരു ശ്രദ്ധയുണ്ട്, അതാ ശ്രദ്ധ. വേറെ ഒന്നും നമ്മൾ കാണുന്നില്ല, സൂചിയുടെ ആ ദ്വാരം, നൂലും മാത്രമേ നമ്മൾ കാണൂ. വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ശ്രദ്ധിച്ച് ഇരുന്നാല്
നമുക്കത് ഓർക്കാൻ പറ്റിയാൽ. ഇതാണ് ആദിമസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഉടനെ മറ്റുള്ള വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് ആ വിഷയത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. പത്രോസിന്റെ ജീവന്റെ വിഷയമായതുകൊണ്ട് അവർ ആ ഒറ്റ വിഷയത്തിൽ മാത്രം ശ്രദ്ധിച്ചു. ഒറ്റ വിഷയം, കർത്താവേ പത്രോസിന്റെ പ്രാണൻ നഷ്ടമാകരുത്, പത്രോസിനെ വിടുവിക്കണം. സഭ ഇങ്ങനെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചാൽ കർത്താവിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. കർത്താവ് സഭയുടെ പ്രാർത്ഥന വിട്ടുമാറി പോകത്തില്ല. ഒരു കുടുംബം ഇങ്ങനെ ഐക്യമത്യപ്പെട്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തെ കർത്താവ് മറികടന്ന് പോകത്തില്ല. ഗൗരവത്തോടൊരു വിഷയത്തിന് വേണ്ടി, ഒറ്റ വിഷയത്തിന് വേണ്ടി ഒരു മനമായിട്ട് ഒരു കുടുംബം പ്രാർത്ഥിച്ചാൽ, ഒരു വ്യക്തി ആ ഹൃദയോടെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും അതിന് വിടുതലുണ്ട്. അന്നൊറ്റ രാത്രിയിൽ പ്രാർത്ഥന മുഴുവൻ രാത്രി പ്രാർത്ഥിക്കേണ്ടി വന്നില്ല കേട്ടോ. ഒരു പക്ഷെ ഒരു മുഴുവൻ രാത്രി പ്രാർത്ഥനയായിരിക്കും നോട്ടീസ് ഇട്ടത്. പക്ഷെ ഒരു രാത്രി, അർദ്ധരാത്രി ആയപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ നമുക്കാണ് പത്രോസ് കിടന്ന് ഉറങ്ങുകയാണ്. ഒന്നാം കാവലും രണ്ടാം കാവലും ഒക്കെ കടന്ന് നഗരത്തിന്റെ പ്രധാന വാതിലും തുറന്ന് പത്രോസ് ആ വീട്ടിലേക്ക് കയറി വന്നു. സ്തോത്രം. ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കണം കേട്ടോ. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയുടെ ഫലം അതാ. ചിലരൊക്കെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുക, ഒരു കുടുംബം ശ്രദ്ധയോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. രണ്ടുപേരും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ മതി. ചില കഠിനമായ വിഷയങ്ങൾക്കൊക്കെ വഴി തുറക്കാൻ കർത്താവ് മതിയായവനാണ്. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ ചില പ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്തും. ചില കാരാഗ്രഹങ്ങൾ തുറന്നു വരും. ഒന്നും രണ്ടും മൂന്നും കൂട്ടി ഒരിക്കലും തുറന്നു വരികയില്ലെന്ന് പറയുന്നത് ആ ദൈവാത്മാവ് തുറക്കും. അത് എത്ര വലിയ അധികാരമുള്ളവർ പൂട്ടിയതായാലും, എത്ര വലിയ ശത്രു പൂട്ടിയതായാലും, എത്ര ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വണ്ണം വലിയ ശക്തമായ താഴിട്ട് പൂട്ടിയതായാലും അതെല്ലാം തുറക്കാൻ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഒരു ഭക്തന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എല്ലാ ഇരുമ്പോടാമ്പലുകളെയും തുറക്കുന്നതാണ്. അത് നിയമപരമായ വിഷയമായിക്കൊള്ളട്ടെ, അത് പണപരമായ വിഷയമായിക്കൊള്ളട്ടെ, അത് അധികാരത്തിന്റെ വിഷയമായിക്കൊള്ളട്ടെ. അവൻ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി എത്രമാത്രം താഴിട്ട് പൂട്ടി ആർക്കും കഴിയത്തില്ല. ഒരു MLA-ക്കോ MP-ക്കോ അല്ലെങ്കിൽ ഒരു അധികാരികൾക്കോ അല്ലെങ്കിൽ പണത്തിനോ അല്ലെങ്കിൽ സ്വാധീനങ്ങൾക്കോ അധികാരങ്ങൾക്കൊന്നും വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഓർത്തുകൊള്ളണം, പ്രാർത്ഥനയ്ക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു വാതിലുമില്ല, പ്രാർത്ഥനയ്ക്ക് തുറക്കാൻ കഴിയാത്ത ഒരു താക്കോലുമില്ല, ഒരു പൂട്ടുമില്ല. ഇത് പകൽ ദൈവത്തോട് ഉറപ്പിച്ച് പറയുകയാണ്. നമ്മുടെ വിഷയത്തിന്റെ മേൽ, നമ്മുടെ തലമുറയുടെ വിഷയത്തിന്റെ മേലൊക്കെ ചിലപ്പോൾ അസാധ്യമെന്ന് ലോകം വിധി എഴുതിയാലും അവ പ്രാർത്ഥനയ്ക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. അത് പോയി തുറക്കേണ്ടതിനെ തുറക്കും, അടയ്ക്കേണ്ടതിനെ അടയ്ക്കും. ഹല്ലേലൂയ. അവ ചിലതിനെയൊക്കെ അടയ്ക്കും, ചിലതിനെയൊക്കെ തുറക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കടന്നു. അവിടെ കടന്ന് സ്തുതിച്ചു കൊണ്ടിരുന്നു, ഇല്ലേ? തുറന്നു. അവരുടെ മാത്രമല്ല, ആ പ്രാർത്ഥന ശ്രദ്ധിച്ച സകല പേരുടെയും ബന്ധനം അഴിച്ചു. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധയോടൊന്ന് പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയത്തിന് മാത്രമല്ല, പലരുടെയും ചില വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകും. യോസേഫ് ചില വർഷങ്ങൾ കാരാഗ്രഹത്തിൽ കിടന്നു, വർഷങ്ങൾ. പക്ഷെ ഒരു ദിവസം അവന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ആളയച്ച് അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ഫറവോ രാജാവിന്റെ മുമ്പിൽ നിർത്തി. സ്തോത്രം. വാർത്തകളുണ്ട്, ചില മാസങ്ങളൊക്കെ കിടക്കുന്ന, ചില താമസം വരാം. അതുകൊണ്ടൊന്നും ഭാരപ്പെടരുത്. ജോസഫിനെ പോലെ നിശ്ചയിക്കപ്പെട്ട സമയമാകുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? തുറക്കും. ചില കാരാഗ്രഹങ്ങൾ തുറക്കും, ചില കെട്ടുകൾ അഴിക്കും, ചില ചങ്ങലകൾ പൊട്ടും, ചില പൂട്ടുകൾ തുറക്കപ്പെടും, ചിലതിൻ്റെയൊക്കെ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. അപ്പൊ പ്രാർത്ഥനയുടെ ശൈലി മാറ്റണം. സഭയുടെ പ്രാർത്ഥനയുടെ ശൈലി മാറ്റണം. സഭയ്ക്കകത്തൊരു രോഗി ഉണ്ടെങ്കിൽ, സഭയ്ക്കകത്ത് ഒരാളുടെ ജീവനെ തൊടുന്ന വിഷയമാണെങ്കിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. അതാ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്. ചുമ്മാ സ്വോത്രം ചെയ്ത് വിട്ടതല്ല, ഒരു കൂട്ടപ്രാർത്ഥന നടത്തിയതല്ല. അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇന്നത്തെ സഭയിൽ അങ്ങനെ നടക്കുന്നില്ല. വളരെ സങ്കടത്തോടെ പറയട്ടെ, ഒരു രോഗി സഭയ്ക്കകത്തുണ്ടെങ്കിൽ, ഒരു മരണകരമായ വിഷയം സഭയ്ക്കുണ്ടായാൽ, വലിയൊരു പ്രതിസന്ധി സഭയിൽ ചിലർക്കുണ്ടായാൽ,
ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കാൻ ആളുകൾ വരത്തില്ല, തയ്യാറല്ല. അത് ആദിമസഭ അങ്ങനല്ലായിരുന്നു. അവരുടെ ഉപജീവനം എല്ലാം കളഞ്ഞ് ആ രോഗിയെ എഴുന്നേൽപ്പിച്ചിട്ട് മാത്രമേ ആ സഭ അവിടുന്ന് ആശീർവാദം പറഞ്ഞ് പോത്തുള്ളൂ. അത് ക്യാൻസർ ആണെങ്കിലും, അത് ട്യൂമർ ആണെങ്കിലും, അത് വലിയ പ്രശ്നമാണെങ്കിലും, അതിനൊക്കെ പരിഹാരം കണ്ടിട്ട് ആ രോഗിയെ എഴുന്നേൽപ്പിച്ച് അവരുടെ കൂടെ ആഹാരം കഴിച്ചിട്ട് സഭ പിരിയത്തുള്ളായിരുന്നു. ഇന്ന് ആ ഐക്യത കാണുന്നില്ല, ഇന്ന് ആളെ കിട്ടത്തില്ല. പകരം എന്ത് ചെയ്യണം? ഒരു മനസ്സുള്ള ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചോണം. ഒരു മനസ്സുള്ളവർ ഏക മനസ്സോട്. ചിലപ്പോൾ പാസ്റ്ററെ കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ കമ്മിറ്റിക്കാരെയും കിട്ടിയെന്ന് വരത്തില്ല. പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നെന്ന് വരത്തില്ല. എന്നാൽ ഈ പ്രഭാതത്തിൽ ഓർത്തു കൊള്ളണം, ചില ഒരു മനസ്സുള്ളവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇരിക്കുന്നവരുടെ കുലുക്കുന്ന ഒരു പ്രാർത്ഥന, ഐക്യമത്യത്തോടുള്ള പ്രാർത്ഥന, ഗൗരവത്തോടെ പ്രാർത്ഥന, ഒരു പ്രാർത്ഥന മതി. സ്വത്ര സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കും. ആമേൻ. ആദിമസഭ പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. കൈക്കൂലി കൊണ്ട് തല്ല, അധികാരം ഉപയോഗിച്ചല്ല, മന്ത്രിമാരെ സ്വാധീനിച്ചല്ല. ആണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവങ്ങളൊന്ന് ഓർത്തു നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ 10 ദൈവമക്കൾ ഒരുമിച്ച് ഐക്യതയോടെ, ഒരു മനസ്സോടെ, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച അന്ന് നടന്നതുപോലെ അത്ഭുതം ഇന്നും നടക്കും, ഇന്നും നടക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയത്? നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി മാറ്റണം, പ്രാർത്ഥനയുടെ രീതി മാറ്റണം. വളരെ ഗൗരവത്തോടെ ചില വിഷയങ്ങളായിട്ടെടുത്ത് പ്രാർത്ഥിക്കണം. സംഭവിച്ചിട്ട് പ്രാർത്ഥിക്കാനിരിക്കാതെ യെരമ്യാവ് പറയുന്ന പോലെ സംഭവിക്കുന്നതിന് മുമ്പേ ഗൗരവത്തോടെ പ്രാർത്ഥിക്കും. കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട്, പ്രമാദികൾ കൂടെ ചോദിക്കും, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അന്വേഷിച്ചു, ഈ പുരുഷന്മാരുടെ എല്ലാം അന്വേഷിച്ചിട്ട് ഒരുത്തം പോലും ഇല്ല. ഇടിവിൽ നിൽക്കാൻ ഒരുത്തം പോലും ഇല്ല. ഈ പ്രഭാതത്തിൽ യേശു പ്രാർത്ഥിച്ചതുപോലെ, അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ, മോശ പ്രാർത്ഥിച്ചതുപോലെ, കനാന്യ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ, രാജഭൃത്യം പ്രാർത്ഥിച്ചതുപോലെ, പ്രാണന് വേണ്ടി, ജീവന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, നശിക്കാൻ പോകുന്ന തിരക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ ആരുണ്ട്? അവൻ ഒതുങ്ങരുത്. മക്കളെ, ഒതുങ്ങരുത്. ഞാന് എന്റെ കുടുംബം, അല്ല ഞാന് എന്റെ സഭ. അങ്ങനെ ഒതുങ്ങാനല്ല കേട്ടോ, അങ്ങനെ ഒതുങ്ങാനല്ല. രാജകീയ പുരോഹിത വർഗമായിട്ട് വിളിച്ചത് അങ്ങനെ ഒതുങ്ങാനല്ല. ചില വിശാലതകൾ ഉണ്ടാകണം. രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കണം, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ പ്രാർത്ഥന പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഈ പ്രഭാതത്തിൽ. ഒരു സാധാരണ പ്രാർത്ഥന മതിയോ? ഒരു സാധാരണ പ്രാർത്ഥന മതിയോ? പലരുടെയും പ്രാണന് വേണ്ടി ഇടിവിൽ നിന്ന്. ഏലിയാവിന്റെ പ്രാർത്ഥന നമുക്കറിയാം. യാക്കോബിന്റെ ലേഖനം 5-ലുണ്ട്. അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാന്ന് പറഞ്ഞിട്ട് പറയാം, അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3.5 വർഷം ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും ഉണ്ടാകത്തില്ലെന്ന് പറയാൻ എളുപ്പമായിരുന്നു. പിന്നെ മഴ പെയ്യിക്കാൻ ബുദ്ധിമുട്ടായി, അല്ലേ? ആകാശം അടയ്ക്കാന് വലിയ പ്രാർത്ഥനയൊന്നും വേണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്യിക്കാൻ എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് നമുക്കറിയാം, ഇല്ലേ? സ്തോത്രം. 7 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വന്നു. മഴ പെയ്യത്തില്ലെന്ന് പറയാൻ ഒറ്റ പ്രാർത്ഥന മതിയായിരുന്നു. പക്ഷെ ഇതൊന്ന് പെയ്യിക്കാൻ വേണ്ടി 7 പ്രാവശ്യം. അത് എങ്ങനത്തെ പ്രാർത്ഥനയാണ്? ചൊവ്വ നേരെ, നമ്മുടെ ഭാഷ പറഞ്ഞ നേരെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാൽമുട്ടുകൾക്കിടയിൽ തലയിട്ട് വളരെ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു യേശുവിന്റെ നാമത്തിൽ. അതുപോലെ ഓർത്തു കൊള്ളണം, അവൻ ചിലതിനൊക്കെ അടയ്ക്കാനും ചിലതിനൊക്കെ തുറക്കാനും കർത്താവ് നമുക്ക് അധികാരം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതിന് ശക്തിയുണ്ട്. 3.5 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ആകാശം, 3.5 വർഷമായി ചെമ്പ് പോലെ നിൽക്കുന്ന ആകാശം, 3.5 വർഷമായി ഒരിക്കലും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ അങ്ങനെ നിൽക്കുന്ന ആകാശത്തേക്ക് മേഘങ്ങളെ വലിച്ചു കൂട്ടി കൊണ്ടുവന്ന് അവിടെ മഴ പെയ്യിക്കണം, അല്ലേ? 6 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴാണ് വരുന്നു കൈപ്പത്തി പോലൊരു മേഘം വരുന്നു. കണ്ടോ?
അതാ ഏലിയാവിന്റെ പ്രാർത്ഥന. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മളെ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നേരെ ഇന്ന് പ്രാർത്ഥിച്ചാൽ പലപ്പോഴും പലതും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും, പലതും നോക്കേണ്ടതായിട്ട് വരും. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അങ്ങ് മാറിപ്പോയി, ചെതറിപ്പോവും, ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കാലിന്റെ ഇടയിൽ തലയിട്ട് തല നിലത്ത് മുട്ടിച്ച് കിടന്നത് പ്രാർത്ഥിച്ചു. വേറെ ഒന്നും ശ്രദ്ധയില്ല. നിങ്ങളൊന്ന് ഒരു ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. രണ്ട് കാലുകൾക്കിടയിൽ തലയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന വിഷയമല്ലാതെ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അത്ര പ്രാർത്ഥനയായിരുന്നു, അത്ര മാത്രം. ഒരു ഭക്തനായിരിക്കുന്ന വൃദ്ധനായിരിക്കുന്ന ഏലിയാവിന്റെ പ്രാർത്ഥന നോക്കണം. കാലുകൾക്കിടയിൽ തലയിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോ നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി, വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് പ്രാർത്ഥന രീതി മാറും. ഇത് ദേശത്തിന്റെ വിഷയമാണ്. ഇത് ആ ദേശം മുഴുവൻ മഴ പെയ്യേണ്ട ഒരു വിഷയമാണ്. അനേകരുടെ പ്രാണന്റെ വിഷയമാണ്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഞാനൊരു സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പോരാ. ആ ഉത്തരവാദിത്ത ബോധം ഇന്ന് പകൽ നമുക്ക് ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഏലിയാവിന്റെ പ്രാർത്ഥന ശൈലി മാറി, രീതി മാറ്റി. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഭൃത്യനോട് പറയും, നീ പോയി നോക്ക്, കടലിന്റെ മേളിൽ പോയി നോക്ക്, വല്ലതും ഉണ്ടോ, ചലനം ഉണ്ടാകുന്നുണ്ടോ, മാറ്റമുണ്ടോ. പോയി നോക്കാൻ പറഞ്ഞത് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. പ്രാർത്ഥിക്കുന്നവർക്ക് ആ വിശ്വാസം ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്നവർ പറയണം, നീ ഒന്ന് പോയി നോക്ക്, പിന്നെ നീ ഒന്ന് പോയി നോക്ക്, നീ ഒന്ന് ട്രൈ ചെയ്യും, നീ ആ ഇന്റർവ്യൂവിൽ ഒന്ന് പോകും, ഇല്ലേ? സ്തോത്രം. പോയി, ഒന്നും കണ്ടില്ല, എന്നാ പിന്നെ പ്രാർത്ഥന നിർത്തിയേക്കാം. അങ്ങനല്ല, വീണ്ടും 6 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഏതോ ഒരു ദൈവദാസൻ പറഞ്ഞു, ഏലിയാവ് എത്ര നേരം പ്രാർത്ഥിക്കും? ഏലിയാവിന്റെ ഒരു സ്വഭാവം അനുസരിച്ച്, രീതി അനുസരിച്ച് 7 മഴ പെയ്യുന്നവരെ പുള്ളി എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കളയും. എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം? 7 പ്രാവശ്യം മതിയോ? ഈ ചോദ്യത്തോടെ ഞാൻ നിർത്താം. അല്ല, മറുപടി കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം? ഏലിയാവെ നീ പ്രാർത്ഥിക്കണം. എത്ര പ്രാവശ്യം പോയി നോക്കണം? 1 പ്രാവശ്യമല്ല, 6 പ്രാവശ്യമല്ല, 7 പ്രാവശ്യമല്ല. ആ മറുപടി കാണുന്നത് വരെ പോയി നോക്കണം. മറുപടി കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കണം. മറുപടി കാണുന്ന വരെ നീ ഫോളോ ചെയ്തേ പറ്റൂ, നോക്കിയേ പറ്റൂ. കിട്ടും, കാണും, നീ അത് കാണും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇത് പകൽ ധൈര്യപ്പെട്ടാണ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാ ദൈവമക്കളെ. അത് നമ്മൾ ആദ്യം വായിച്ച ഫിലിപ്പിനകത്ത് പറയും, ആവശ്യങ്ങളൊക്കെ സ്വോത്രത്തോടെ അറിയിച്ചാൽ മതി. അത് നമ്മുടെ ആവശ്യം. അത് ചില പ്രാണന്റെ വിഷയം, ചില ഗൗരവമുള്ള വിഷയം, രാജ്യത്തിന്റെ വിഷയം, ദേശത്തിന്റെ വിഷയം, ചില അധികാരികളുടെ വിഷയം, ചില വിഷയങ്ങളുടെ ഗൗരവം അനുസരിച്ച് പ്രാർത്ഥനയുടെ ശൈലി മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ പരിശ്രമിക്കണം. ഈ പ്രഭാതം മുതൽ പരിശുദ്ധാത്മാവ് ബുദ്ധി അർപ്പിക്കുകയാണ്. പരിശ്രമിച്ചു നോക്കി. ഇതുവരെ ഒരു വിഷയത്തിന് മറുപടി കാര്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ പ്രാർത്ഥനയുടെ രീതി മാറ്റിയാൽ മതി. പ്രാർത്ഥനയുടെ രീതി ആദിമസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് നേടിയെടുത്തെങ്കിൽ ഇന്ന് നമുക്കും അത് സാധിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം, ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം, പോരാടി പ്രാർത്ഥിക്കാം, ഒരു യുദ്ധം എന്നതുപോലെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ നമ്മളെ കാണും. കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ. ആ പ്രാർത്ഥിച്ചതൊക്കെ നേടിയെടുക്കാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാകട്ടെ, ഒരു മാറ്റം ഉണ്ടാകട്ടെ. കുറെ കൂടെ ശക്തമായി പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നമ്മളെ നടത്തട്ടെ. ഐക്യതയോടെ, ശ്രദ്ധയോടെ, വലിയ ഗൗരവത്തോടെ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം അറിയിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.